അസ്സലാമലൈക്കും. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് പ്രൊഡക്ട്സിൻ്റെ ഫോട്ടോസ് ഇതിൽ സെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതാണ്. അപ്പോൾ പഠിക്കാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പർ കൊടുക്കുക, അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെയും അതിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അതിൽ എന്താ പറയുക, പോക്കറ്റ് ഷവർമ, പിസ്സ, ഡോണറ്റ്, ക്യാരറ്റ് ഹൽവ, പിന്നെ എല്ലാവിധ പുഡിങ്ങും നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. രസഗുള, രസമലായി, ഹെയർ പിൻ ബ്രെഡ്, സ്റ്റഫ്ഡ് ബണ്ണ്, ബ്രൗണി, ഡോണറ്റ്, ടീ കേക്ക്സ്, ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. പിന്നെ വീഡിയോ കാണാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. അതിന് 2 കേക്ക്സാണ് ഇതിൽ ഞാൻ കാണിക്കുന്നത്. ഒന്ന് റെഡ് വെൽവെറ്റിൻ്റെ കേക്കും ഒന്ന് റാഫെല്ലോൻ്റെ കേക്കും. പിന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് 2 വീതം ക്രീമാണ് ഞാൻ ഇതിൽ യൂസ് ചെയ്യണത്. ഒന്ന് പിന്നെ വിവോൻ്റെ ക്രീമും ഒന്ന് സൺവിപ്പും. പിന്നെ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മിൽക്കും വിപ്പിംഗ് ക്രീമും ഷുഗർ സിറപ്പും കൂടി മിക്സ് ചെയ്തതാണ്. കേക്ക് കണ്ടല്ലോ, നല്ല സോഫ്റ്റുള്ള കേക്കാണ്. പിന്നെ കേക്കിൽ ഞാൻ വൈറ്റ് ഗണാഷാണ് ഞാൻ അതിൽ കേക്കിൽ എൻ്റെ മേലെ കൊടുക്കുന്നത്. പിന്നെ കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും ചോക്ലേറ്റിൻ്റെ ചിപ്സും ഒക്കെ ഞാൻ ഇതിൻ്റെ മേലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ കോമ്പൗണ്ട് ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ റെഡ് വെൽവെറ്റിൻ്റെ അതന്നെ ഞാനൊന്ന് ചൂടാക്കി പൊടിച്ച് അരിപ്പിയിൽ അരിച്ചെടുത്തിട്ടാണ് ഞാൻ അത് അതിൻ്റെ മേലെ സ്പ്രെഡ് ചെയ്യണത്. പിന്നെ ഒരു ഫ്ലവറും ഒരു ലീഫൊക്കെ കൊടുത്ത് ഡെക്കറേറ്റ് ചെയ്തു. പിന്നെ പേര് ഞാൻ ഫോണ്ടനിൽ കട്ട് ചെയ്ത് വെച്ചതാണ്. നമ്മളവിടെ അടുത്തുള്ള ഒരാൾക്ക് തന്നെയാണ് കേട്ടോ, എൻ്റെ കൂടെ കമ്പ്യൂട്ടർ ക്ലാസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അവരെ കുട്ടിക്ക് വേണ്ടിയിട്ട് ആണ് ഈ കേക്ക് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ കാണിക്കുന്നത് റാഫെല്ലോ കേക്കാണ്. 1/2 kg റാഫെല്ലോ ആണ്. നമ്മൾ എങ്ങനെ ചെയ്താലും 1/2 kg റാഫെല്ലോ ഒക്കെ നമുക്ക് 750 ഗ്രാം വരും കേട്ടോ. അപ്പോൾ നമുക്ക് കഴിയുന്നതും ഈ 1/2 kg ഒക്കെ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ വിപ്പിംഗ് ക്രീമിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ടും വൈറ്റ് ചോക്ലേറ്റിൻ്റെ ഗനാഷും ഒക്കെ ഒഴിച്ചിട്ടാണ് വിപ്പിംഗ് ക്രീം മിക്സാക്കി വെച്ചിട്ടുള്ളത്. പിന്നെ വൈറ്റ് ചോക്ലേറ്റിൻ്റെ ഗനാഷാണ് ഞാൻ ഒഴിക്കുന്നത്. പിന്നെ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ ഞാൻ ബദാമും കാഷ്യും കുറച്ച് വൈറ്റ് ചോക്ലേറ്റിൻ്റെ ചിപ്സും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് അപ്പോൾ കടിക്കാൻ. പിന്നെ ബദാം പൗഡർ നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ, അതിൽ ക്രീമിൽ മിക്സ് ചെയ്യുക. അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടും, ഒന്നും കൂടി നമുക്ക് കോസ്റ്റ്ലി ആവും കേക്ക്. പിന്നെ ഈ റാഫെല്ലോ കേക്ക് തന്നെ നമുക്ക് ചീസ് വെച്ചിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. മാസ്കർപോൺ ചീസ് വെച്ചിട്ടാണ് ഇത് ചെയ്യുക. നല്ല കോസ്റ്റ്ലിയാണ്. ആ ചീസിന് നല്ല റേറ്റും വരുന്നുണ്ട്. പിന്നെ എന്താ പറയുക, നല്ല ടേസ്റ്റുമാണ് ആ ചീസ്. ഒരു പുളിപ്പിരസമല്ലാത്ത ചീസാണത്. അപ്പോൾ നല്ല കോസ്റ്റാണ് കേട്ടോ ആ ചീസിന്. പക്ഷെ ആരും അങ്ങനെ ഓർഡർ ചെയ്യലില്ല അതൊന്നും. കേക്ക് ഫിനിഷ് ചെയ്തു ഞാൻ. ഇനി നമുക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇതിൻ്റെ മുകളിൽ ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു ചെറിയ A4 ഷീറ്റ് ഇത് പ്ലാസ്റ്റിക്കിൻ്റെ എന്താ പറയുക ഇതെടുത്തിട്ട് ഞാൻ കട്ട് ചെയ്തിട്ട് ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഞാനൊരു ബദാമൊക്കെ വെച്ച് ഞാൻ അതിൻ്റെ മേലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തു. നോസിൽ റോസറ്റിൻ്റെ നോസിൽ വെച്ചിട്ടാണ് ഞാൻ അതിൻ്റെ ഫ്ലവറൊക്കെ കൊടുത്തിട്ടുള്ളത്. കേക്ക് പിന്നെ നോക്കുമ്പോൾ ഒരു 750 ഗ്രാം വരുന്നുണ്ട്. 1/2 kg തന്നെ. എങ്ങനെയായാലും അത് വെയിറ്റ് കൂടും അത്. പിന്നെ അത് 1 kg വേറെ റാഫെല്ലോ കേക്കാണ് കേട്ടോ. പിന്നെ ഇതൊരു വൈറ്റ് ഫോറസ്റ്റിൻ്റെ കേക്ക് 1/2 kg വന്നിട്ടുള്ളതാണ്. അപ്പോൾ അവർക്ക് ഒരു പീച്ച് കളറാണ് ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ യെല്ലോ, റെഡ്, ഓറഞ്ച് കൂടിയാൽ കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ ഒരു പീച്ച് കളർ വരും. അപ്പോൾ അത് ഞാൻ പെട്ടെന്ന് ചെയ്ത് കൊടുത്തു. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യാൻ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.